കേക്കിൻ്റെ ടോപ്പിൽ ഒരു കളറും സൈഡിൽ വേറൊരു കളറും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്, അത് രണ്ടും കൂടി മിക്സായി പോകുമെന്നുള്ളത്. പക്ഷേ അത് മിക്സ് ആവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുക്കാനുള്ളത് മുകളിൽ വൈറ്റ് ക്രീം, അതായത് നമ്മൾ നോർമൽ വൈറ്റ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്ത ശേഷം സൈഡിൽ മാത്രം കളർ കൊടുത്താൽ മതി. അപ്പോൾ അതൊരു യെല്ലോ കളറാണ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് ക്രീം കൊണ്ട് വേറെ കളറല്ല മുകളിൽ കൊടുക്കാനുള്ളത്, വൈറ്റ് തന്നെയാണ്. ഇതൊക്കെ സാധാ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റാക്കി എടുക്കണം. അപ്പോൾ മുകളിൽ വൈറ്റ് ആവുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മുകൾ ഭാഗം നല്ല രീതിയിൽ നീറ്റാക്കി എടുക്കുക. പിന്നെ നമുക്ക് അവിടെ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് അതൊന്ന് നല്ല രീതിയിൽ ക്ലിയറാക്കി എടുത്തതിന് ശേഷം സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റാക്കി എടുക്കണം. പിന്നെ നമുക്ക് രണ്ടും കൂടി ആ കളർ രണ്ടും കൂടി മിക്സായി പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യണില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് 1.5 ഡ്രോപ്പ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം മാത്രമേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിനാക്കി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ആക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് സൈഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും പാലറ്റ് നൈഫ് കൊണ്ട് ക്രീം എടുത്തിട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് എഡ്ജൊന്നും അങ്ങോട്ട് കയറി പോകാത്ത രീതിയിൽ, എഡ്ജിലോട്ടൊന്നും ക്രീം കയറി പോകാത്ത രീതിയിൽ സൈഡിൽ മാത്രമായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചാകുമ്പോൾ നമുക്ക് കറക്റ്റിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് നീറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്നത് സൈഡ് ഇതേപോലെ നീറ്റാക്കിയിട്ട് മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ക്രീമിനെ നമ്മളങ്ങ് എടുക്കും. അതിപ്പോൾ ഒന്നും ചെയ്യല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ സൈഡ് നമുക്ക് ഓക്കെ ആയി എന്ന് വന്നു കഴിഞ്ഞാൽ സൈഡിൽ ലൈൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഞാൻ സൈഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് വന്ന് നിൽക്കുന്ന ക്രീമിന് എന്ത് ചെയ്യുന്നറിയാമോ, അതിങ്ങനെ ഒന്ന് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് പാലറ്റ് നൈഫ് പെട്ടെന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കണം. അതായത് ആ വൈറ്റ് ക്രീമിലോട്ട് പെട്ടെന്ന് നീങ്ങാത്ത രീതിയിൽ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ അങ്ങ് എടുത്ത് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളതവിടെ വേറെ എന്തെങ്കിലും ഡിസൈനാണ് ചുറ്റിനും ഇങ്ങനെ വരുന്നെങ്കിൽ അതെടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്കത് അങ്ങനെ നിന്നപ്പോൾ എന്തോ പോലെ തോന്നിയതുകൊണ്ട് ഞാനതങ്ങ് എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ഫ്ലവറാണ് കൊടുക്കാനുള്ളത്. അത് ആ യെല്ലോ കളർ മിക്സ് ചെയ്ത ബൗളിൽ തന്നെ ഞാൻ കുറച്ച് വൈറ്റ് ക്രീം കൂടെ ഇട്ട് കൊടുത്തിട്ട് പിങ്ക് കളറാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. കസ്റ്റമർ എനിക്ക് തന്ന മോഡലിനകത്ത് കറക്റ്റ് പിങ്ക് അല്ല, പിങ്കും പക്ഷേ വേറൊരു എന്തോ ഒരു കളറും കൂടെ മിക്സ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത് റെഡ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാമെന്നുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ അതുകൊണ്ട് ആദ്യം പിങ്ക് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് കറക്റ്റ് കൊടുത്തില്ല, ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതുമല്ല, കുറച്ചും കൂടി അതായത് ഒരു 1/2 ഡ്രോപ്പൊക്കെ വരും. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ കസ്റ്റമർ തന്ന അതേ കറക്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡലെല്ലാം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് അത് നല്ലോണം മിക്സാക്കി എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് കളർ കിട്ടിയതുകൊണ്ട് പിന്നെ നോസിലിട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിനുള്ളിലാക്കിയിട്ട് ഇതേപോലെ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്, ചുറ്റിന് ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ആ നേരത്തെ ചെയ്ത ആ വൈറ്റ് ക്രീം യെല്ലോ കളർ ക്രീം ഉണ്ടല്ലോ, അത് സൈഡിലായത് അതങ്ങ് മറഞ്ഞ് കവർ ചെയ്തങ്ങ് പോവും ആ ഫ്ലവർ അവിടെ വരുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഓരോ ഫ്ലവറും ചുറ്റിനങ്ങ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട കേക്കുകൾക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഞാൻ മുമ്പൊക്കെ അറിയാൻ വയ്യാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലുള്ള മോഡലുകളായിരുന്നു. കാരണം എന്തെന്നറിയാമോ, ഇതാകുമ്പോൾ നമുക്ക് ചുറ്റിന് അങ്ങ് ഫ്ലവർ മാത്രം കൊടുത്ത് സെൻറ്ററിൽ പേര് എഴുതി കൊടുത്ത കാര്യം കഴിഞ്ഞു, പെട്ടെന്ന് അങ്ങ് ഡെലിവറി ചെയ്യാം. അധികം നമ്മൾ ഡിസൈനൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടില്ല. ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ പൈപ്പിംഗ് ബാഗ് ആ വലിയ നോസിലാണല്ലോ അതിലിട്ടിരുന്നത്, വേറൊരു അത് പിന്നെ ആ ക്രീം അതിൽ നിന്ന് മാറ്റാതെ ഞാൻ വേറൊരു പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു നോസിലിട്ടിട്ട് അതേ കൂടി തന്നെ ഒരുമിച്ച് ആ പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ആ കറക്റ്റ് ആ നോസിൽ ഈ ചെറിയ നോസിലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി കൊടുത്തിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും മാറ്റണമെന്നില്ല. മറ്റേ നമ്മൾ ആ നോസിൽ മാറ്റിയിട്ട് വീണ്ടും വേറെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യണമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ട്രിക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട് ഇതേപോലെ സെൻറ്ററിൽ പേരും കൂടി എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടപ്പോഴത്തേക്കും അത് സെറ്റായിട്ടുണ്ട്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി കേൾക്കായിരുന്നു. അത് എടുത്തിട്ട് സൈഡിൽ ഞാൻ മുമ്പ് ചെയ്തതിൽ കുറച്ച്
ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടായിരുന്നു. അത് മുന്നേ ഒരു കേക്കിന് ചെയ്തപ്പോഴത്തേക്കും കൂടുതൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാലൻസ് വന്നത് ഞാൻ ഒരു ടിന്നിനകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിരിക്കുകയല്ലേ, അത് സൈഡിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, ഒന്നെങ്കിലും മെൽറ്റ് ചെയ്ത് ഒഴിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടണം. അങ്ങനെ അത് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ തോന്നും. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് പിന്നെ സൈഡിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇടാനുണ്ടായിരുന്നില്ല, ഒരു അരഭാഗം ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അത്രയൊന്ന് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സെൻറ്ററിൽ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മോഡലൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ സെൻറ്ററിൽ ഫ്ലവർ കൊടുക്കുന്നത് ഏത് കളർ കൊടുക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിങ്ക് കൊടുക്കണോ അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കണോ റെഡ് കൊടുക്കണോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും അങ്ങനെ കളർ കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ കൊടുക്കുന്നത്, ഇതങ്ങനെ വേണ്ട, ഡസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെൻറ്ററിൽ കുറച്ച് 2-3 ഫ്ലവർ അങ്ങനെ സെൻറ്ററിൽ നിൽക്കത്തക്ക രീതിയിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം അതിലേക്ക് റെഡും പർപ്പിളും 2 കളറിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സെൻറ്ററിൽ റെഡ് കൊടുത്തിട്ട് പിന്നെ ഒന്നിൽ റെഡും ഒന്നിൽ പർപ്പിളും അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ ഒരു റെഡ് കൊടുത്തിട്ട് അതിനടുത്ത് തന്നെ വീണ്ടും റെഡ് കൊടുത്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ വീണ്ടും പർപ്പിൾ കൊടുത്തു. കുഴപ്പമില്ല, പർപ്പിളാണെന്ന് അറിയാനുണ്ടായിരുന്നു, അങ്ങനെ ഒരു അബദ്ധം പറ്റി, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത സമയത്ത് കുറച്ചൊക്കെ ആ കേക്കിൻ്റെ മുകളിലും കൂടെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അത് ചെയ്തെടുത്തിട്ട് പിന്നെ റെഡ് കളർ വെച്ചിട്ട് അങ്ങനെ സൈഡിൽ പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.